ഫിസിയോളജിയിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് പാരാതൈറോയിഡ് ഗ്ലാൻഡ്. അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. പാരാതൈറോയിഡ് ഗ്ലാൻഡ് നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ പോസ്റ്റീരിയർ സൈഡിൽ അപ്പർ ആൻഡ് ലോവർ പോളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഗ്ലാൻഡാണ്. 4 in നമ്പറാണ്. ദെൻ വെരി സ്മോൾ ഗ്ലാൻഡാണ്. ഏകദേശം ഒരു 6 mm ലോങ്, 3 mm വിഡ്ത്ത് ആൻഡ് 2 mm തിക്നെസ് ഉള്ളൊരു സ്മോൾ ഗ്ലാൻഡാണ്. 2 types ഓഫ് സെൽസ് ആണ് ഈ പാരാതൈറോയിഡ് ഗ്ലാൻഡിനുള്ളത്. ചീഫ് സെൽസ് ആൻഡ് ഓക്സിഫിലിക് സെൽ. ഇതിൽ ചീഫ് സെൽസ് ആണ് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്ന സെൽസ്. ആൻഡ് ദിസ് ഓക്സിഫിൽ സെൽസ് എന്ന് പറയുന്നത് ഈ ഒരു ചീഫ് സെൽസിന് ഡീജനറേഷൻ നടന്നിട്ടുണ്ടായ സെൽസ് ആണ്. ഓക്സിഫിൽ സെൽസ് നോർമലി ഹോർമോൺസ് ഒന്നും സെക്രീറ്റ് ചെയ്യുന്നില്ല. ബട്ട് ഈ ഒരു പാരാതൈറോയിഡ് അഡിനോമ ഉണ്ടാകുന്ന കേസിൽ അത് ഈ ഒരു പാരാതൈറോയിഡ് ഹോർമോൺ സെക്രീറ്റ് ചെയ്യും. പാരാതൈറോയിഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് പാരാതൈറോയിഡ് ഹോർമോൺ ഓർ പാരാതെർമോൺ. ഇതൊരു 84 അമിനോ ആസിഡ് ഉള്ളൊരു പെപ്റ്റൈഡ് ഹോർമോണാണ്. പാരാതൈറോയിഡ് ഹോർമോണിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബ്ലഡ് കാൽഷ്യം ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ നോർമൽ ബ്ലഡ് കാൽഷ്യം ലെവൽ 9 to 11 mg/dL ആണ്. അത് കുറയാതെ നോക്കുക എന്നുള്ള ഒരു ഫംഗ്ഷനാണ് പാരാതെർമോണിനുള്ളത്. എങ്ങനെയൊക്കെയാണിത് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. എപ്പോഴാണ് നമ്മളെ ബ്ലഡിലെ കാൽഷ്യം ലെവൽ ഈ 9 താഴെ പോകുന്നത്, ആ ടൈമിൽ ഈ ഹോർമോൺ ആക്ടിവേറ്റ് ആവും. അതായത് ചീഫ് സെൽസിൽ നിന്ന് ഈ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുകയും ഈ ഹോർമോൺ നമ്മുടെ കിഡ്നിയിലും അതേപോലെ ബോണിലും അതേപോലെ ഇൻറ്റസ്റ്റൈനിലുമാണ് ഇത് ആക്ഷൻ. അതിൽ തന്നെ ബോണിലും കിഡ്നിയിലും ഡയറക്റ്റ് ആക്ഷനും സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഇൻഡയറക്റ്റ് ആക്ഷനുമാണ്. അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ ബോണിൽ ഇതിന് റിസപ്റ്റേഴ്സ് ഉണ്ട്, പാരാതെർമോൺ ഹോർമോണിന്. ഇത് അവിടെ ചെന്നിട്ട് നമുക്കറിയാം ബോൺ ഉണ്ടാക്കിയിട്ടുള്ളത് കാൽഷ്യം ആൻഡ് ഫോസ്ഫേറ്റ് കൊണ്ടാണ്. ഈ കാൽഷ്യം ഫോസ്ഫേറ്റിനെ റീഅബ്സോർബ് ചെയ്ത് ബ്ലഡിലെത്തിക്കുകയാണ് ചെയ്യുന്നത്. ബോണിലടങ്ങിയിട്ടുള്ള കാൽഷ്യം ഫോസ്ഫേറ്റിനെ റീഅബ്സോർബ് ചെയ്ത് ബ്ലഡിലെത്തിക്കുന്നു. അതുപോലെ കിഡ്നിയിൽ നമ്മുടെ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ടിബ്യൂളിലും അതേപോലെ പ്രോക്സിമൽ എൻഡ് ഓഫ് ദ കളക്റ്റിംഗ് ഡക്റ്റിലും ചെന്നിട്ട് ഇതിൻ്റെ റീഅബ്സോർപ്ഷൻ കൂട്ടുന്നു കാൽഷ്യത്തിന്. എലോങ് വിത്ത് കാൽഷ്യം ഇത് മഗ്നീഷ്യവും അതേപോലെ ഹൈഡ്രജൻ അയോണിൻ്റെ റീഅബ്സോർപ്ഷനും കൂട്ടുന്നുണ്ട്. ബട്ട് അവിടെ ഫോസ്ഫേറ്റ് അയോണിൻ്റെ റീഅബ്സോർപ്ഷനെ ഇത് ഇൻഹിബിറ്റാണ് ചെയ്യുന്നത്. അതായത് ഫോസ്ഫേറ്റ് അയോണിൻ്റെ മോർ എക്സ്ക്രീഷനാണ് പാരാതെർമോൺ കിഡ്നിയിൽ ഉണ്ടാക്കുന്നത്. ദെൻ ഇത് കിഡ്നിയിൽ തന്നെ നമ്മുടെ വൈറ്റമിൻ ഡി നമുക്കറിയാം ആക്ടിവേറ്റഡ് വൈറ്റമിൻ ഡി ആവുക കിഡ്നിയിൽ വെച്ചിട്ടാണ്. കിഡ്നിയിൽ ഈ ആക്ടിവേറ്റഡ് വൈറ്റമിൻ്റെ ഫോർമേഷൻ ഇത് ഈ പാരാതെർമോൺ ഹോർമോൺ കൂട്ടുകയും ചെയ്യും. ദെൻ ഈ നമുക്ക് എങ്ങനെയാണ് ഇൻറ്റസ്റ്റൈനിൽ ഇത് ഇൻഡയറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഈ ഉണ്ടായ വൈറ്റമിൻ ഡി ആണ് അതിന് കാരണമാകുന്നത്. വൈറ്റമിൻ ഡി നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ കാൽഷ്യത്തിൻ്റെയും ഫോസ്ഫേറ്റിൻ്റെയും അബ്സോർപ്ഷൻ